തിരുവനന്തപുരത്തെ പാലോട്ട് നവവധു ഇന്ദുജ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിൻ്റെയും സുഹൃത്തിൻ്റെയും അറസ്റ്റ് ഇന്ന് പോലീസ് രേഖപ്പെടുത്തി. ഇരുവരും നടത്തിയ മാനസിക പീഡനവും ഉപദ്രവവുമാണ് ഇന്ദുജയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പാലോട് സ്വദേശിനി ഇന്ദുജയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പിന്നാലെ കുടുംബം ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തി. ഗാർഹിക പീഡനം ഉൾപ്പെടെ നടന്നുവെന്നായിരുന്നു പിതാവിന്റെ ആരോപണം. ഇന്ദുജ ആത്മഹത്യ ചെയ്ത് 48 മണിക്കൂറിനുള്ളിലാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മരണത്തിന് പിന്നാലെ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തു. പിന്നാലെ അഭിജിത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അജാസിനെ ചോദ്യം ചെയ്തത്. അജാസിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഇന്ദുജയുമായി അടുപ്പമുണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു. ചോദ്യം ചെയ്യുന്നതിനിടെ അജാസ് ഇന്ദുജയെ 3 ദിവസം മുമ്പ് മർദ്ദിച്ചതായി അഭിജിത്ത് മൊഴി നൽകി. എന്നാൽ മർദ്ദനാരോപണം ആദ്യം നിഷേധിച്ച അജാസ് പിന്നീട് മർദ്ദിച്ചെന്ന് സമ്മതിച്ചു. മർദ്ദനം നടന്ന ശംഖുമുഖത്ത് അജാസുമായി പോലീസിന്റെ തെളിവെടുപ്പ്. ഭർത്താവ് അഭിജിത്തിന്റെയും സുഹൃത്ത് അജാസിന്റെയും മാനസിക പീഡനവും മർദ്ദനവുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. ഇന്ദുജ അജാസുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നു. ഇതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ ഇടയ്ക്ക് വാക്കുതർക്കവും നടന്നതായി പോലീസ്. ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് ഇന്ദുജ അവസാനമായി വിളിച്ചത് അജാസിനെയായിരുന്നു. അബേറ്റ്മെന്റ് ഫോർ സൂയിസൈഡ് ആണ് പ്രധാന വകുപ്പ്. പിന്നെ കുട്ടി SC വിഭാഗത്തിലുള്ളതായത് SC/ST അട്രോസിറ്റി, ഗാർഹിക പീഡനം, SC/ST അട്രോസിറ്റി ആക്റ്റും ഉണ്ട്. അവരുടെ ആ ഒരു മനോവിഷമവും ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ സുഹൃത്തിൻ്റെ ഭാഗത്തുണ്ടായ പീഡനമാണ് ഇതിന് കാരണമായിട്ട്. അഭിജിത്തിനെതിരെ മർദ്ദനം, ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം എന്നീ കുറ്റങ്ങൾക്കും അജാസിനെതിരെ ആത്മഹത്യാ പ്രേരണ, മർദ്ദനം, പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളുമാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത്. അഭിജിത്തിന്റെ മാതാവ് ഇന്ദുജയെ ഗാർഹിക പീഡനത്തിനിരയാക്കി എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഇന്ദുജയുടെ കുടുംബത്തിനുണ്ടെങ്കിലും മാതാവ് ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തിട്ടില്ല. ആരോപണങ്ങൾ വിശദമായി പരിശോധിക്കാനാണ് പോലീസ് തീരുമാനം. ഇന്ദുജയുടെ മരണത്തിൽ ഭർത്താവ് ഉൾപ്പെടെ 2 പ്രതികൾ അറസ്റ്റിലാകുമ്പോഴും കുടുംബം ഉന്നയിച്ച ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അതുപോലെ നിലനിൽക്കുകയാണ്. അക്കാര്യത്തിൽ കൂടി പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കേണ്ടിയിരിക്കുന്നു. ദുരൂഹതകൾ പുറത്തുവരട്ടെ. ക്യാമറമാൻ രാജ് കിരണിനൊപ്പം AV ജയശങ്കർ, 24 തിരുവനന്തപുരം.